നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർണാടക എൻട്രൻസ് എക്സാം അഥവാ KCET എൻട്രൻസ് എക്സാംസിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റുകൾ ഫെബ്രുവരി മാസം 17-ാം തീയതി വരെ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ KCET എൻട്രൻസിന് വേണ്ടി ആപ്ലിക്കേഷൻസ് നൽകിയിരിക്കുന്നത്. ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, കർണാടകയിൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, ഏറ്റവും ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലേക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജുകളിലേക്കും അഡ്മിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KCET എൻട്രൻസ് വഴി അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി അഡ്വൈസ് ചെയ്യാനുള്ളത്. ഏപ്രിൽ മാസം 23, 24 2 ദിവസങ്ങളിലായിട്ടാണ് ഈ പരീക്ഷകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് സമയം ലഭിക്കുകയും അതിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ ഓഗസ്റ്റ് മാസം മാത്രമായിരിക്കും ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ നിങ്ങളുടെ മാർക്കുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഏകദേശം ഇവിടുത്തെ കേരളത്തിലെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ആ ഒരു സമയത്ത് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പോലെയുള്ള ടോപ്പ് ലെവൽ കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് തീർച്ചയായിട്ടും KCET എൻട്രൻസ് വഴി നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിരവധി കുട്ടികളും പേരൻസും പറയുന്ന ഒരു കാര്യമാണ്, പലരും KCET എൻട്രൻസ് എക്സാംസിന് വേണ്ടി ഫ്രീ ആയിട്ട് നിങ്ങളെ കൊണ്ടുപോയിക്കോളാം, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പലരും സമീപിക്കുന്നുണ്ടെന്ന്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, KCET എൻട്രൻസ് എക്സാം വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുത്ത് നേരിട്ട് തന്നെ കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൊണേഷൻ ഇല്ലാതെ തന്നെ അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും മികച്ച ഒരു കാര്യം. അതേസമയം നിങ്ങളിങ്ങനെ ഫ്രീ നോക്കി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ചതിക്കുഴിയിൽ പെടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളും നിരവധി ഏജന്റുമാർ ഈ ഒരു രീതിയിൽ ഫ്രീ ആയിട്ട് നിങ്ങളെ എക്സാംസ് എഴുതിച്ചുകൊള്ളാം, ആപ്ലിക്കേഷൻസ് അതിനുവേണ്ടി എല്ലാം ഹെൽപ്പ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഡൊണേഷൻ ഇനത്തിൽ കൂടുതൽ ഫീസ്, അമിതമായിട്ടുള്ള ഫീസ് കുട്ടികളുടെ കയ്യിൽ നിന്നും ഈടാക്കിയതായിട്ട് പല കുട്ടികളും പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ KCET എൻട്രൻസ് എക്സാമിനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ള ഒറ്റൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇത്രയും അമിതമായിട്ടുള്ളൊരു ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങുക. അതേസമയം നിങ്ങൾ നേരിട്ട് തന്നെ അപ്രോച്ച് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഒരു ചെറിയ ഫീസേ കമ്പാരിറ്റീവ്ലി കൊടുക്കേണ്ട വരുന്നുള്ളൂ. കാരണം ആപ്ലിക്കേഷൻ ഫീസ് 2500 രൂപയാണ്. ഇതുകൂടാതെ ആ 2 ദിവസത്തെ ചെലവുകൾ നിങ്ങളുടെ കയ്യിൽ നിന്നും എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ തന്നെ മികച്ച കോളേജുകളിലേക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ അഡ്മിഷൻസ് നേടുവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ KCET എൻട്രൻസ് വഴി നിങ്ങൾ ട്രൈ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ വല്ലവരും ഫ്രീ ആയിട്ട് നിങ്ങളെ എക്സാംസ് എഴുതിച്ചോളാം എന്ന് പറഞ്ഞ് അവരുടെ പുറകെ പോകുക എന്നുള്ളത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കുരുക്കിൽ ചെന്ന് പെടുവാനുള്ള സാധ്യതകളുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാംസ് എഴുതണ്ട, അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻസ് നേടിയാൽ മതി എന്നുണ്ടെങ്കിൽ കർണാടക ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 20% വരുന്ന മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എക്സാംസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ലൈൻ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതിയാവും. കൂടാതെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികളായിട്ട് നിരവധി മെഡിക്കൽ കോളേജുകളിലേക്കും ഡയറക്റ്റ് അഡ്മിഷൻസിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെയാണെങ്കിലും മെഡിക്കൽ കോളേജുകൾ ഏകദേശം 10 ലക്ഷം രൂപ പാക്കേജിലൊക്കെ ഭക്ഷണ താമസം ഉൾപ്പെടെയൊക്കെ കഴിയുന്ന കോളേജുകൾ അവൈലബിൾ ആണ്. മംഗലാപുരത്തും ബാംഗ്ലൂരും ഒക്കെ നിരവധി കോളേജുകൾ മെഡിക്കൽ കോളേജ് കാറ്റഗറി പോലും 10 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടാൻ പോസിബിലിറ്റി ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അഥവാ നിങ്ങൾ KCET വഴി തന്നെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഞങ്ങളുടെ KCET ഗൈഡൻസ് ബാച്ച് നിലവിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകൾ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.